നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തിനാകെ അപമാനമുണ്ടാക്കുന്ന ഒരു സംഭവം തേക്കടിയിൽ അരങ്ങേറിയത്. അതായത് തേക്കടി കാണാനെത്തിയ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ടൂറിസ്റ്റിനെ അവിടുത്തെ പ്രദേശത്ത് കച്ചവടം നടത്തുന്ന ഒരു കശ്മീരി വിലക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. അവരോട് ആക്രോശിക്കുകയും കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും ഒക്കെ ചെയ്ത കശ്മീരികൾ ഒടുവിൽ നാട്ടുകാരുടെയും ഈ ഇസ്രായേലിൽ നിന്ന് വന്ന ഗസ്റ്റിനെ കൊണ്ടുവന്ന ഓട്ടോക്കാരൻ്റെയും ഒക്കെ ഇടപെടലിനെ തുടർന്ന് അവരോട് മാപ്പ് പറയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആ കട അടച്ചുപൂട്ടി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം, ഈ കാശ്മീരികളുടെ പെരുമാറ്റം വലിയ രീതിയിലുള്ള ഒരു സംശയത്തിന് ഇട നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ കച്ചവടം നടത്തുന്ന കശ്മീരികളായിട്ടുള്ളവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് അത് കാലാകാലങ്ങളിൽ പോലീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പോലീസ് ഈ കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലത്തെ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ റോയും മറ്റ് ഇൻ്റലിജൻസ് ഏജൻസികളും ഇത് സംബന്ധിച്ച് കാര്യക്ഷമമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ തേക്കടിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തിനോട് അടുത്ത് കിടക്കുന്ന കോവളത്ത്, ഇത് മുമ്പും പലതവണ വാർത്തകളിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. കോവളത്ത് നിരവധി കാശ്മീരി കടകളാണ് തീരദേശത്ത് ഉള്ളത്. കോവളം ബീച്ചിലേക്ക് എത്തുന്നവർക്ക് അറിയാം, അവിടെ ധാരാളമായി കാണപ്പെടുന്ന കടകൾ എന്ന് പറയുന്നത് സ്വദേശികളെക്കാളും കൂടുതൽ അവിടെ കടകൾ നടത്തുന്നത് ഇത്തരത്തിൽ കാശ്മീരിയിൽ നിന്ന് ഇവിടെ കുടിയേറി താമസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. പക്ഷേ അവരുടെ കട അത് എന്നും ഒരു നിഗൂഢത ജനിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ കടയുടെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ചും ഓരോ കടകളുടെയും മുന്നിൽ ഒരു കർട്ടൻ ഉണ്ടാകും. ഈ കസ്റ്റമർ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഉടൻ അവർ കർട്ടൻ വലിച്ചിടുന്ന ഒരു പതിവുണ്ട് അവിടെ. പലപ്പോഴും ഇതിനുള്ളിൽ കഞ്ചാവ് അല്ലെങ്കിൽ അത്തരം മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ കച്ചവടമാണ് നടക്കുന്നതെന്നുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് ഇതിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ കാശ്മീരിൽ നിന്നും ഇവിടെ വന്ന് കച്ചവടം നടത്തുമ്പോൾ അവരുടെ ആധാർ കാർഡും മറ്റ് തിരിച്ചറിയൽ രേഖകളുമൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അതിനുള്ള മതിയായ പെർമിഷൻസ് വാങ്ങണമെന്നുള്ളൊരു നിയമം നിലവിലിരിക്കുകയാണ്. ഇതൊന്നും പാലിക്കാതെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരുടെ ഒരു വിഹാര ഭൂമിയായി അവിടെ മാറുന്നത്. മാത്രമല്ല, പ്രദേശവാസികളായിട്ടുള്ള സ്വദേശികളായിട്ടുള്ള കച്ചവടക്കാർക്കും ഇവർ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ആരെങ്കിലും ഇവരുടെ കടയെ സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ തിരക്കാൻ ചെന്നാൽ അവർക്ക് നേരെ ആക്രോശിക്കുന്ന ഒരു സ്വഭാവവുമുണ്ട്. മാത്രമല്ല, മുൻകാലങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ പാകിസ്ഥാൻ ജയിച്ചാൽ പച്ച ലഡു വിതരണം നടന്ന സംഭവം പോലും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ചെറിയ തോതിലുള്ള പോലീസ് അന്വേഷണം വരികയും അതിൽ ഒതുങ്ങുകയും ചെയ്തെങ്കിലും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ചും തേക്കടിയിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘങ്ങൾ ഇവിടെ പിടിമുറുക്കിയിട്ടുണ്ട്. അവരുടെ അന്വേഷണം ഈ ഒറ്റപ്പെട്ട മേഖലകളും ഈ കോവളം പോലുള്ള മേഖലകളും ഒക്കെ കേന്ദ്രീകരിച്ച് വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഈ കാശ്മീരികൾ ഇതിനു മുമ്പും ഈ തേക്കടിയിൽ ഇത്തരത്തിൽ ടൂറിസ്റ്റുകളോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള നിരവധി പരാതികളാണ് ഇന്നലെ പുറത്തു വരുന്നത്. സമാനമായി തന്നെ കോവളത്തും നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ അവർക്കൊരു അസഹിഷ്ണുതയാണ്. അവരുടെ കടയിലേക്ക് എത്തി നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കടയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ആരെങ്കിലും അറിയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു അസഹിഷ്ണുതയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അവർ സ്വദേശികളായിട്ടുള്ള കച്ചവടക്കാരെ പോലും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വിദേശത്തു നിന്ന് വരുന്നവർക്ക് പല വിധത്തിലുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കാനാണ് ആദ്യകാലങ്ങളിൽ ഇവർ ഇവിടെ എത്തിയിരുന്നതെങ്കിലും ഇന്ന് വില കൂടി, അതായത് ലക്ഷങ്ങൾ വില മതിക്കുന്ന ജെംസ് ഉൾപ്പെടെയുള്ള, അതായത് ജെംസ് രത്നങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുകയും അതുപോലെ തന്നെ മാല, മറ്റ് ഈ സമുദ്രേതര ഉൽപ്പന്നങ്ങളുടെയൊക്കെ കാര്യങ്ങൾ വച്ചുകൊണ്ടുള്ള കടകളാണ് ഇവർ അവിടെ നടത്തിക്കൊണ്ട് വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് വലിയ ഒരു ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യാപകമായ ഒരു അന്വേഷണം പ്രദേശവാസികൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് വലിയൊരു അന്വേഷണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ, അതായത് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ സംഘാംഗങ്ങൾ ഇവിടെ എത്തുകയും കൃത്യമായ ഒരു പരിശോധന നടത്തുകയും വേണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ഒരു ആവശ്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.